ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ദിനു. കുറേ നാളുകൾക്ക് ശേഷമാണ് വീഡിയോ ഇടുന്നത്. കുറേ നാളായിട്ട് വീഡിയോ എടുക്കാനുള്ള ഒരു സാഹചര്യം അല്ലായിരുന്നു. നമ്മുടെ ഗോപ്രോ അടിച്ചു പോയി, അതുകൊണ്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റില്ല. അപ്പോൾ നമ്മളിപ്പോൾ അടുത്ത ഫിഷിങ്ങിനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് എന്തൊക്കെയാണ് കിട്ടുന്നതെന്ന് നമുക്ക് വരുന്ന വഴിയെ കാണാം. അപ്പോൾ നമ്മുടെ വിപിൻ സാറുണ്ട് ഫിഷിങ്ങിന്. അപ്പോൾ നമ്മുടെ മെയിൻ ഫിഷർമാനാണ് കേട്ടോ. പുള്ളിയാണ് നമ്മുടെ ഗുരു, ഫിഷിംഗ് ഗുരു. ഈ ഒരു തൊപ്പിയൊക്കെ വെച്ച് ഇവിടെ ഇറങ്ങിയേക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അവിടെ നല്ല വെയിലാണ്, ഒരു രക്ഷയില്ലാത്ത വെയിലാണ്, ഭയങ്കര ചൂടാണ്. ഈ ഏരിയയിലാണ് നമ്മളിന്ന് മീൻ പിടിക്കാൻ പോണത്. ഇതിവിടുത്തെ ഒരു ഗാർബേജ് ഏരിയ ആണ് കേട്ടോ. നമ്മുടെ ഇവിടെ വീടുകളിലുള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ട് ഇവിടെയാണ് കത്തിക്കുന്നത്. പക്ഷെ ഇത് കൃഷിക്കൊക്കെ ഉപയോഗിക്കാമായിരുന്നല്ലേ സാറേ? ചുമ്മാ ഇങ്ങനെ കത്തിച്ച് കളയാണ്ട് ഒരു കൃഷിക്കൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു. ഇവിടെ ആരുടെയൊക്കെ 1-2 സൈക്കിൾ ഇരിപ്പുണ്ട്. അപ്പോൾ ആരൊക്കെയോ വന്ന് മീൻ പിടിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് തോന്നുന്നത്. നോക്കട്ടെ. ആര് കാലില്ല, അവന്മാർ ഇവിടെ ഇവിടെ കാണും. അവർ ഇല്ലെന്നാ ഇവിടെ എവിടെയെങ്കിലും കാണും. അവന്മാർ പോവാൻ ഒരു വഴിയില്ല. അടുത്ത് നമ്മുടെ മീൻ പിടുത്തം. അപ്പോൾ ഇതിലാണെന്ന് രാവിലെ ആദ്യത്തെ മീൻ പിടിക്കാൻ പോകണം കേട്ടോ. അപ്പോൾ വിപിൻ സാർ ആദ്യമേ വന്ന് മാവൊക്കെ സെറ്റ് ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചേക്കാണ്. ഇത് കണ്ടോ, ഇനി ബോട്ടിലിൽ നേരെ മാവെടുക്കുക, സെറ്റ് ചെയ്യുക. ഇതുണ്ട് നമ്മളെങ്ങനെയാണ് ആ ചൂണ്ടയിൽ മാവ് ഇങ്ങനെ നൈസായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇതേ അല്പം ബ്രെഡ് വയ്ക്കും. എന്തെന്നറിയോ, മീനിനെ ഒന്ന് സുഖിപ്പിക്കാനായിട്ട്. അങ്ങനെ എള്ളോളം ബ്രെഡൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ട് ഇതേ ഇങ്ങനെ നൈസായിട്ട് നേരെ കടലിലേക്ക് നോക്കി വലിച്ചു വീശി ഒറ്റ എറി. ഓക്കെ. അപ്പോൾ നമുക്കിതിൽ കുറച്ച് മീനുകൾ അതിൻ്റെ അവിടെ കിടന്ന് വെട്ടിപ്പിടിക്കുന്നത് നമുക്ക് നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നില്ല. ഇത് കണ്ടോ, ഒന്നും കണ്ടുവിടല്ലേ, കുഴപ്പമില്ല. നമുക്ക് അടുത്ത് മീൻ പിടിച്ച് കരയെ കയറ്റുമ്പോൾ കാണാം. അപ്പോൾ ഇട്ട ഉടനെ തന്നെ ആ പരട്ട മീനുകൾ നമ്മളെ മാവിനെ എല്ലാം കൊത്തിപ്പറക്കി തിന്നും. അതുകൊണ്ട് വീണ്ടും നമുക്ക് ട്രൈ ചെയ്യാം. ഞാനിടാൻ പോണത് മാവാണ് കേട്ടോ. മാവാണ് ഇടാൻ പോകുന്നത്. മാവല്ലല്ലോ, മീൻ സോറി, മാർക്ക്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ബോട്ടിൽ നോക്കുന്നു. ഇത് മീനാണ് കേട്ടോ. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന മീനാണ് കേട്ടോ. മീനിനെ എടുക്കുന്നു, കത്തി എടുക്കുന്നു, നൈസായിട്ട് കട്ട് ചെയ്യുന്നു. സെറ്റാക്കി എടുക്കുന്നു. അതിനിവിടെ കുറച്ച് വയ്ക്കുന്നു. കത്തിയും തിരിച്ചിടുന്നു. കത്തി അങ്ങനെയല്ല, തിരിച്ചാണ് തിരിച്ചിടുന്നു. ചൂണ്ടയാണ് റീലെടുക്കുന്നു. മീനിനെ നൈസായിട്ട് കിട്ടി മോനെ, കിട്ടി. നമ്മുടെ ഫസ്റ്റ് മീൻ കിട്ടി. റാബുള. എവിടെ കാണിച്ച? ഈ വൃത്തികെട്ട പന്നിയാണ് നമ്മുടെ മാവെല്ലാം. എവിടെ കാണിച്ച? ഈ വൃത്തികെട്ട പന്നിയാണ്. വൃത്തികേട്ടൊന്നുമില്ല കേട്ടോ, നല്ല പന്നിയുണ്ട്. എന്നാൽ ഈ വൃത്തികെട്ട സാധനമാണ് നമ്മുടെ മാവിനെല്ലാം തിന്നു തീർക്കുന്നത്. എന്നാൽ ഇനിച്ചിരി വലുപ്പമായിക്കൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലുപ്പം ആവൂല അവൻ. വിപിൻ സാറ് അതിസാഹസ്യമായിട്ട് നൈസായിട്ട് പിടിച്ച് കരയൊക്കെ ചെയ്യണം കേട്ടോ. അടുത്തിന് ഞാൻ പിടിക്കണം മീൻ കാണിച്ചു തരാം. കുറേ കാത്തി നോക്കിയിട്ട് ഒരു രക്ഷയില്ല കേട്ടോ. നമ്മുടെ ഉറക്കലി എന്ന് പറയുന്ന മീനെല്ലാം സ്ഥലം വിട്ട് വരുമ്പോൾ നമുക്ക് അടുത്ത സ്പോട്ടിലോട്ട് പോകാം കേട്ടോ. അടുത്ത സ്പോട്ട് ഒത്തിരി ദൂരത്തൊന്നുമല്ല, തൊട്ടടുത്ത് തന്നെയാണ്. നമുക്ക് അവിടെ പോയി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്നും നോക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്ത് സെറ്റാക്കിക്കോ കേട്ടോ. ഇനി അഥവാ നിങ്ങൾ അല്ലാണ്ട് ആദ്യമായിട്ടല്ല എനിക്ക് കാണുന്നതെങ്കിൽ നേരെ എന്തായിരുന്നു എൻ്റെ പേര്, ലൈക്ക് ബട്ടണിലൊന്ന് ലൈക്ക് ചെയ്തിട്ട് പോയോ. നമ്മുടെ മീൻ ഊരിപ്പോയി.
നമുക്ക് പുതിയ മീൻ വെച്ചിട്ട് വരാം. ഭാഗം വാട്ട് നമ്മളെ കാണാതെ പോയ പയ്യന്മാരെ കിട്ടിയിരിക്കുകയാണ്. വാട്ട് ഹന്തി റിയലി നീ ഓക്കെ. ഇതേ അടുത്ത പയ്യൻ പറഞ്ഞണ്ട. ഇതെല്ലാം ഇവിടെ സഹജമാണ്. ഇപ്പം ഇതാ ആ ചെറുക്ക എത്ര പഠിക്കണേ? അവൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇത് ഈ ചെറുക്കനാണെങ്കിലും 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. യു ആർ ഗ്രേഡ് 2 though. വിച്ച് സ്റ്റാൻഡേർഡ്? ഗ്രേഡ് 3. യാ ഹീ ഈസ് ഇൻ ഗ്രേഡ് 3. അപ്പോൾ ആ ചെറുക്കൻ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇത് 4ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. ഇതാ ഇവനാണ് 5ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. കടൽക്കരയിലാണ് വന്ന് നടന്ന് കളിക്കുന്നത്. കണ്ട അവൻ ഒരു വലിയ മീനിനെ കണ്ടെന്നാണ് ഈ പറയണത് കേട്ടോ. വലിയ മീനിനെ കണ്ടെന്നാണ് ഈ പറയണത്. ഇവിടെ ഹന്തി എന്ന് പറയും ഒരു മീനുണ്ട്. ഹന്തി ആ ഹന്തിനെ കണ്ടെന്നാണ് പറയണത്. അങ്ങനെ വളരെ നേരത്തെ പരിശ്രമത്തിന് ശേഷം നമുക്ക് ഒരു റാബുള മാത്രമേ കിട്ടിയുള്ളൂ. അപ്പോൾ റാബുള എറിഞ്ഞ് നോക്കിയാലോ. ഒരേ ഒരു റാബുളയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അതിന് വലിയ മീനിനെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെറുതെ ഒരു ട്രൈ ചെയ്ത് നോക്കുകയാണ്. നമ്മളിത് കണ്ട ആ മീനിനെ ചൂണ്ടയിൽ നേരെ സൈഡിൽ അതിൻ്റെ വാലിൻ്റെ തൊട്ടടുത്തായിട്ട് ചേർത്ത് നേരെ ഇങ്ങനെ എടുക്കുന്നു. ബോട്ടിലിങ്ങനെ കറക്കി എടുക്കുന്നു. എന്നിട്ട് നേരെ കടലിലേക്ക് നോക്കി. ചത്തുപോയി സാർ. കുറച്ച് നേരം ഇങ്ങനെ വെള്ളത്തിലോട്ട് നോക്കി നിൽക്കുന്നു. നോക്കുന്നതിനെ നല്ല ചുരുട്ടിയെടുത്ത് നേരെ കടലിലേക്ക് ഇങ്ങനെ എറിയുന്നുമില്ലല്ലോ. ഒന്ന് കറക്കി, 2 കറക്കി, 3, 4 സുയി ആട്ടെ. അതിൽ നമുക്ക് ഏതെങ്കിലും മീൻ കിട്ടുമോ ഇല്ലയോ എന്നുള്ള ശുഭപ്രതീക്ഷയിൽ കാത്തിരിക്കാം. ഇത് നമുക്ക് ഇങ്ങനെ ഇരിക്കാനുള്ള ചെറിയൊരു ഏരിയ ആണ് കേട്ടോ. ആൾക്കാർ വൈകുന്നേര സമയങ്ങളിൽ വെറുതെ വന്നിരുന്ന് പുകവലിക്കാനും കഥ പറയാനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നൊരു സ്പോട്ട്. ഗൈസ് ഫൈനലി റാബിള എന്ത് ചെയ്ത്? അപ്പോൾ നമ്മളെ പിടിച്ച റാബിളിനെ നമ്മൾ കടലിലേക്ക് വിട്ടിട്ട് നമുക്ക് ഒന്നും കിട്ടാത്തത് കൊണ്ട് തിരിച്ചു പോവുകയാണ്. പക്ഷെ നിങ്ങൾ വിചാരിക്കും നമുക്കിന്ന് ഒരു മീനും കിട്ടിയില്ല എന്ന്. പക്ഷേ ദാറ്റ്സ് റോങ്. നമ്മുടെ മീൻ ഇതാ ഇപ്പോൾ കാണിച്ചു തരാം. അങ്ങനെ വളരെ നേരത്തെ കുറേ കാത്തിരിപ്പിന് ശേഷം ഒരു മീനിനെ കിട്ടി. അതിനെ തിരിച്ച് കടലിലേക്ക് എറിഞ്ഞ് കടലിൽ അതെവിടെ കുരുങ്ങിപ്പോയി. പിന്നെ നമ്മൾ തിരിച്ച് വീണ്ടും തിരിച്ച് നടന്ന് നമ്മുടെ റൂമിലേക്ക് പോവുകയാണ്. പക്ഷേ ആ വഴിയിൽ തന്നെ ഒത്തിരി വീടുകൾ കാണാം. വീടുകളിൽ ആൾക്കാർ കാണാം. ഇവിടെ എല്ലാം ഷീറ്റിട്ട വീടാണ് കേട്ടോ. പക്ഷേ ഷീറ്റ് പ്ലസ് AC റൂഫിംഗ് ഒക്കെ എല്ലാം അടിപൊളിയായിട്ട് ചെയ്ത് സെറ്റായിട്ട് എടുത്തേക്കുന്ന വീടാണ്. ഇതുണ്ടല്ലേ, സംഭവം നൈസായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ റൂഫ് വെച്ചേക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ മെയിൻ കുടിവെള്ളം ഈ മഴവെള്ളമാണ് ഇവരുടെ കുടിവെള്ളം. പിന്നെ ഇതേ ഒരു വീടിൻ്റെ മുകളിൽ ആസ്പെറ്റോസ് ഉണ്ട്. അതിൽ നിന്ന് പറഞ്ഞ വെള്ളം ഇവിടെ ബാൻ ചെയ്തേക്കുവാണ്. അതിലെ വെള്ളം കുടിക്കാൻ പാടില്ല. അത് പഴയ ഒരു വീടാണ് കേട്ടോ. അതിൻ്റെ ഷീറ്റ് മാറ്റിയിട്ടില്ല. ഇതുണ്ട് ഒരു കോറൽസൊക്കെ വെച്ചിട്ടാണ് ഒരു വീടിൻ്റെ ഭിത്തിയൊക്കെ കെട്ടിയേക്കണം. സമ്മതിക്കണം അല്ലേ, കോറൽസൊക്കെ വെച്ച് കെട്ടിയേക്കണേ. ഒരു വീടിൻ്റെ ചുറ്റും ഒത്തിരി മരങ്ങളും ചെടികളും പൂക്കളും കായകളും. ഇതൊരു പഴയ വീടാണ്. പക്ഷെ അവന്മാർ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുക. ഹായ് വേ നമ്മുടെ വീടെത്തി. മാൽദീവ്സിലെ കുഗ്രാമമായ അങ്കോളിത്തിം എന്ന ഒരു ദ്വീപിലാണ് നമ്മുടെ ഈ താമസം. ഇത് നമ്മൾ നട്ടു വളർത്തിയ നമ്മുടെ സ്വന്തം കോവയ്ക്ക. ഭയങ്കര ഔഷധ ഗുണങ്ങളും ഡൈജഷനൊക്കെ നല്ല ബെസ്റ്റ് സാധനമാണ് ഈ കോവയ്ക്ക. സ്മോൾ ക്യൂക്യൂംബർ. ഇതുണ്ടോ, നമ്മൾ നല്ല ആടിപ്പൊളിയായിട്ട് പന്തലൊക്കെ കെട്ടി അങ്ങനെ സെറ്റ് ചെയ്ത്. ഇതാണ് നമ്മുടെ വിപിൻ സാറിൻ്റെ ഒരാളുടെ
കഷ്ടപ്പാടാണ് അതായി കാണുന്നത്. തുളസിയും മരുഭൂമി പോലെ കിടന്ന ഈ പൊത്തിനെ അങ്ങേര് എന്താക്കി ജോലിയാനോ പാലൈ വനത്തെ സോലൈ വനം ആക്കിയാച്ച്. അതാണ്. അപ്പം നമ്മൾ ഇനി നേരെ നമ്മൾ മീൻ പിടിച്ചിട്ടല്ലേ വന്നേ. മീൻ പിടിച്ചിട്ട് വന്നത് കൊണ്ട് നമ്മുടെ ഫിഷിംഗ് ഐറ്റംസൊക്കെ നമ്മൾ ഇവിടെയാണ് വയ്ക്കുന്നത്. ഇതുണ്ടോ, ഒത്തിരി ഒന്നുമില്ല, ചെറിയ ചെറിയ സംഭവങ്ങൾ. പിന്നെ നമ്മുടെ എന്താ അതിൻ്റെ പേര്, സ്നോർക്കലിംഗ് മാസ്കും കാര്യങ്ങൾ. പിന്നെ നേരെ വരുന്നു, നമ്മൾ വന്നിട്ട് നേരെ പൈപ്പ് തുറന്ന് നമ്മുടെ കാല് കഴുകുന്നു. കാല് കഴുകി മണലായിരിക്കും കേട്ടോ, അതാണ് ഈ കാലൊക്കെ കഴുകിയിട്ട് കയറുന്നത് വീട്ടിൽ. പിന്നെ അങ്ങനെ നേരെ നമ്മുടെ വീടിനകത്തേക്കുള്ള എൻട്രി. വീടിനകത്തേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ വീടിനകത്ത് ഇടേണ്ട ചെരുപ്പ് മാറിയിടുന്നു. അരെ ബായ് അതെ അല്ലേ, നമ്മളെ കുക്കുംബർ കഴിച്ച് ഡൈജഷൻ സെറ്റാക്കാൻ നോക്കുകയാണ്. എനിക്ക് പറഞ്ഞെന്താ, ഞാനൊന്ന് കഴിക്കാം. അതാ കേട്ടോ, അത് കഴിക്കും. അത് അതിന് കഴിഞ്ഞ് നമ്മുടെ വീടിനകത്തേക്കുള്ള എൻട്രി. ഇത് ഇവിടെയുള്ള വേറൊരു സാറിൻ്റെ റൂം, പുള്ളിയുടെ അടുക്കള. ഇതെൻ്റെ മുറി, അപ്പുറത്ത് വേറൊരു മുറി, നമ്മളെ അടുക്കള. അങ്ങനെ ഇതാണ് നമ്മുടെ, ഞാൻ പറഞ്ഞില്ലേ നമ്മൾ രാവിലെ പോയി പിടിച്ച മീനാണ് കേട്ടോ ഇത്. ഇതിനെ നമ്മൾ മീൻ കറി വയ്ക്കാൻ പോവുകയാണ്. മീൻ കറി നല്ല മുളകരച്ചല്ല തേങ്ങ അരച്ചല്ലേ, തേങ്ങ അരച്ച മീൻ കറി വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് മീൻ കട്ട് ചെയ്യണം. മീൻ കട്ട് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. ഈ മീനിനെ നിങ്ങളുടെ നാട്ടിൽ എന്ത് പേരാണ് പറയണതെന്ന് പറയണം കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ വളച്ച് വെച്ചേക്കണതാണ്. ഇതിന് നമ്മൾ വറ്റയെന്നും കാരയെന്നും കൊറക്കലി എന്നൊക്കെ പറയും. ഇതും വറ്റ, കാര, കൊറക്കലി. ഇവിടെ കൊരക്കലി, നാട്ടിൽ വറ്റ. അപ്പോൾ നമുക്കിതിനെ ഇനി സെറ്റ് ചെയ്യണം. കട്ട് ചെയ്ത് മീൻ കറിക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ മീനിനെ, ഇതുണ്ടോ ഈ മീനിനെ എന്തോ ഒരു കടിയൊക്കെ പറ്റി രക്ഷപ്പെട്ടിട്ട് പിന്നെ അത് ക്യൂറായി വന്നായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാണ്, പാവം ഏറ്റവും അവസാനം നമ്മുടെ വറ്റത്ത് തന്നെ ഒന്ന് കയറുന്നു. അതിന് മുമ്പ് നമുക്കൊന്ന് മൂർച്ച കിട്ടണം. കയ്യിൽ വെച്ച് വിട്ട് ചുമ്മാ ആവശ്യമില്ലാത്ത പണി വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് നീങ്ങിയിരി, സോറി. അപ്പോൾ മൂർച്ചയൊക്കെ കൂട്ടി സെറ്റ് ചെയ്തിട്ട് നേരെ നമ്മളെന്ത് ചെയ്യാം, മീനിനെ എടുക്കാം. മീനിനെ നൈസായിട്ട് ഇത് കണ്ടാ ഇങ്ങനെ കട്ട് ചെയ്യണം. കട്ട് ചെയ്ത് അതെ ഇത്രയും കട്ട് ചെയ്യണം ആദ്യം. എന്നിട്ട് എന്ത് ചെയ്യണം, അതിൻ്റെ ഈ ചകള ഇങ്ങനെ തുറന്ന് അടുത്ത അതിൻ്റെ മറ്റേ പൂവെല്ലാം എടുത്ത്, എന്നിട്ട് എന്ത് ചെയ്യണം, പൂവിൻ്റെ കൂടെ അതിൻ്റെ വേസ്റ്റൊക്കെ അതായത് കണ്ടോ എടുക്കുക. ഇതിനെ ഇങ്ങനെ എടുത്ത് നമ്മളെന്ത് ചെയ്യും, കട്ട് ചെയ്ത് മാറ്റി വയ്ക്കും. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത് മീനിനെ പിടിക്കാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞതാ ഇതിൻ്റെ ഈ സൈഡിലെ കിടുതാപ്പ് നമ്മളിങ്ങനെ നൈസായിട്ട് സെറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് അതിൻ്റെ ദേഹത്തുള്ള സ്കെയിൽസൊക്കെ ഇളക്കുക. എന്നിട്ട് അതുപോലെ വീണ്ടും കട്ട് ചെയ്യുക. എന്നിട്ട് സൈഡിലെ ഐറ്റംസൊക്കെ ഇങ്ങനെ. അപ്പോൾ നമ്മളിന്ന് മീൻ കറിയാണ് കേട്ടോ വയ്ക്കാൻ പോകണം. മീൻ കറി തേങ്ങ കാരറ്റ് നല്ല A ക്ലാസ് മീൻ കറി. വാലും കട്ട് ചെയ്യുക. സാധനം സെറ്റ്. ഇത് കട്ട് ചെയ്യുക, ഇതും കട്ട് ചെയ്യുക. കണ്ടോ നമ്മുടെ മീൻ റെഡി.
മീനെല്ലാം കട്ട് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, വേറെന്തായിരുന്നു, കറിവേപ്പില, ഓമം, ജീരകം, ഇതെന്തോന്നു, ഉലുവ, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്. എണ്ണ ഒഴിച്ച് ഉലുവ ഇട്ട് ജീരകം ഇട്ട് എല്ലാ സാധനങ്ങളും ഇട്ട് കിണ്ടി കറുവറ സെറ്റാക്കുന്നു. മുളക് പൊടി, മല്ലിപ്പൊടി എല്ലാം കൂടെ കരിയാണ്ട് ഇങ്ങനെ കറക്കി സെറ്റ് ചെയ്തെടുക്കണം. പുളി വെള്ളം ഒഴിക്കുന്നു. പുളിവെള്ളം, മഞ്ഞൾപ്പൊടി, മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ഉപ്പ് ഇട്ട്. ബാച്ചിലേഴ്സിന് പ്രത്യേകതരം റെസിപ്പിയാണ്. ഇതാരും ട്രൈ ചെയ്യാൻ നോക്കണ്ട, ഇതൊക്കെ നമുക്കൊക്കെ പറ്റുള്ളൂ കേട്ടോ. നമ്മൾ വെള്ളം ചൂടാക്കി വെള്ളം തിളച്ചപ്പോൾ നമ്മുടെ മീനിൻ്റെ കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല തിളച്ച് മാവല്ലല്ല തേങ്ങയൊക്കെ അരച്ച് അതിൻ്റെ ഈ സാധനം കണ്ടപ്പോൾ എനിക്ക് മാവ് പോലെ തോന്നി കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു. മാവല്ല, തേങ്ങ അരച്ച് ജീരകമൊക്കെ ഇട്ട് സെറ്റാക്കി ഇതിന് ഒഴിക്കാൻ വേണ്ടി വെച്ചേക്കാണ്. ഇതിനി ഒന്ന് തിളച്ച് സെറ്റായി വരുമ്പോൾ നമ്മൾ നേരെ ഇതിനെടുത്ത് അതിലോട്ട് ഒഴിക്കും. നമ്മൾ തേങ്ങ പാല് അത് തന്നെ തേങ്ങ ഒഴിച്ച്. ഇതാരും ട്രൈ ചെയ്യണ്ട, അതുകൊണ്ട് നമ്മൾ ഫുൾ റെസിപ്പി ഒന്നും പറഞ്ഞിരിക്കില്ല. ഇത് നമ്മുടെ രണ്ടുപേരും പ്രത്യേക റെസിപ്പി കേട്ടോ. മെയിൻ ഷെഫ് ഇവിടെ നിൽക്കുന്നു. അതെ, അപ്പോൾ നമ്മുടെ മീൻകറി നല്ല അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. സെറ്റായി. അങ്ങനെ മീനൊക്കെ റെഡിയായി. നമ്മൾ ചോറ് കഴിക്കാൻ വേണ്ടി തയ്യാറായി. ചോറും എടുത്ത് കുറച്ച് ആഷ് ഗാർഡ് കട്ട് ചെയ്തെടുത്ത് പിന്നെ നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള ഇന്നത്തെ മീൻകറി എല്ലാം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോഴേക്കും ബായ്.